ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ബീട്രൂട്ടാണ് ഞാനിവിടെ പച്ചടിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 സ്പൂൺ ജീരകവും 1 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം കടുക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കടുക് നന്നായിട്ടൊന്ന് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചാൽ ഈ അരപ്പ് കഴിച്ചു പോകും, അതുകൊണ്ടാണ് ചതച്ച് ചേർക്കുന്നത്. അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ച അരപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ട് തൈരാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ അല്പം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയുമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് ബീട്രൂട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ബീട്രൂട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് വന്നോളും. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഈ വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ ഈ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ആയി വന്നാൽ മാത്രം മതി. അപ്പോൾ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഞാനങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ചൂടോടുകൂടി തൈര് ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തണുത്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് ആറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരൊക്കെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ടാകും. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പം ഉപ്പിൻ്റെ ഒരു അല്പം കുറവുണ്ട്, അപ്പം കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കേണ്ടതായിട്ട് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ കറിക്കൊക്കെ താളിച്ച് കൊടുക്കുന്നത് പോലെ ഉള്ളിയും കടുവും കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് കൊടുത്താൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്